സർ ഈ ബഡ്ജറ്റ് ഒരു ക്ലാസിക്കൽ ബഡ്ജറ്റാണ് എന്ന് ഞാൻ കരുതുകയാണ്. ബഡ്ജറ്റ് പ്രസംഗവും സംസ്ഥാനത്തിൻ്റെ ഒരു വർഷത്തെ വാർഷിക വരവ് ചെലവ് കണക്കും വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ദിസ് ഇസ് എ ബഡ്ജറ്റ് ഓഫ് എ ന്യൂ ടൈപ്പ്. ഒരു പുതിയ തരം ബഡ്ജറ്റാണ്. സാമ്പ്രദായികമായി ബഡ്ജറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലാത്ത എല്ലാ രീതികളും അവലംബിച്ചപ്പോഴും അവതരണ രീതിയിൽ ഉള്ളടക്കത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരികയാണ്. സർ, കേരളത്തിന് ആരോഗ്യ രക്ഷ, കേരളത്തിന് സാമ്പത്തിക ആരോഗ്യം എന്ന ആ ഡോക്യുമെൻ്റ് യാതൊരു പ്രസിഡൻറ്റും ഇല്ലാത്ത അത്യുജ്വലമായ ഡോക്യുമെൻ്റാണ്. കോളേജ് സ്പെയ്ഡേഴ്സ് എന്ന് ഇംഗ്ലീഷ് പറയുന്നു. തൂമ്പയെന്ന് വിളിക്കണം. ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കോളേജ് സ്പെയ്ഡേഴ്സ് എന്ന് വിളിച്ചിരിക്കുക. സമയം വളരെ കുറവാണ്. സാർ, കിങ് ഈസ് എ ബഗർ എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട്. രാജാവ് ഒരു ദരിദ്രനാണ്. അദ്ദേഹത്തിൻ്റെ യാതൊന്നുമില്ല. പക്ഷേ പ്രജകൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് നികുതിയായിട്ടും മറ്റതായും മറിച്ചതായും. അതെല്ലാം നീതിപൂർവ്വം വാങ്ങി വരവ് വെച്ച് അതേ ജനങ്ങൾക്ക് വേണ്ടി അതങ്ങോട്ട് വിതരണം ചെയ്യുകയാണ്. ഇതാണ് ബഡ്ജറ്റ്. അത് ഈ ബഡ്ജറ്റിൽ അതിന് സാരാംശമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഗറാണെന്നല്ല, ആ സ്ഥാനത്ത് ആരിരുന്നാലും സത്യസന്ധനാണെങ്കിൽ ഒരു ബഗറിനെ പോലെയായിരുന്നു. അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. സർ, ഞാൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ധാരാളം മഹാന്മാരെയും അവരുടെ ഗ്രന്ഥങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ ഓർത്തു. ഒന്നാമതായി ക്രിസ്തുവിന് മുമ്പുള്ള ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം, അതുപോലെ ഇറ്റലിയിലെ മാക്കിവെല്ലിയുടെ ദ പ്രിൻസ്, അതുപോലെ തന്നെ ദ വെൽത്ത് ഓഫ് നേഷൻസ് ആഡം സ്മിത്തിൻ്റെ, അതുപോലെ തന്നെ റൈറ്റ്സ് ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ എംപയർ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറങ്ങിയ ലോകപ്രശസ്തമായ മൂന്നാം ലോക രാജ്യങ്ങളിലെ പട്ടിണിയെപ്പറ്റിയുള്ള ഗ്രണാഡ് മൊണ്ടാളിൻ്റെ ദ ചലഞ്ച് ഓഫ് വേൾഡ് പോവർട്ടി. സർ, ഗാന്ധിയുടെ കുടിൽ വ്യവസായ സംരംഭങ്ങളെ പറ്റി, ഭാരതത്തെ പറ്റിയിട്ട്, തൊഴിലിനെ പറ്റിയും നമ്മുടെ ഐശ്വര്യത്തെ പറ്റിയുള്ള സങ്കല്പം. സർ, സർവോപരി മഹാനായ കാർൽ മാർക്സിൻ്റെ ക്യാപിറ്റൽ. ഇതിലെല്ലാം ഉള്ളത് അദ്ദേഹം അതുപോലെ ആവർത്തിച്ചെന്നല്ല, ഇതെല്ലാം വായിക്കുകയോ പഠിക്കുകയോ ചെയ്ത ഒരാളിന് മാത്രമേ ഇത്തരം എമ്പതിയുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റും. ഒന്ന്, ഇതിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. എൺപതിന് കുറച്ച് ഉദാഹരണം. 1000 രൂപ മാസം തോറും. വേണ്ട, നമ്മുടെ മലയാള പാചക കലയെ അദ്ദേഹം കണ്ടിരിക്കുന്നു. ഞാനീ വലിയ ഹോട്ടലിൽ കയറിയൊന്നും മുഴുത്ത മീനൊന്നും എനിക്കിഷ്ടമല്ല കഴിക്കാൻ, ടേസ്റ്റില്ല അതിന്. ചെറിയ ഹോട്ടലിൽ മാന്യമായിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ വീട്ടിലെ പോലെ ആ പാചകകല പഠിക്കാൻ സൗകര്യം. സർ, ആശാവർക്കർമാരുടെ ശമ്പള വർധന, അംഗൻവാടിക്കാരുടേത്, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തെ പറ്റിയുള്ള വിപുലമായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം അടങ്ങുന്ന ഒരു 80. സർ, 80 സിമ്പതിയേക്കാൾ മുകളിലാണ്. സിമ്പതി വെറും ദയ മാത്രമേ ഉള്ളൂ, ഒരു അനുകമ്പ മാത്രമേ ഉള്ളൂ. മറ്റേ 80 അതല്ല, അതിനൊക്കെ അപ്പുറം ഒരു ഭൂതദയാണ് അത് കാണിക്കുന്നത്. സർ, ഞാൻ പറയട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒരു ശാപമാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. ഞാനതിന് മുഖം കാണാതിരുന്ന എൻ്റെ ഭാഗ്യം. സർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. മഹാനായ ജവഹർലാൽ നെഹ്റു എന്താണ് പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? അത് ശാപമാണെന്നാണ്. അതിനെ ശാപഗ്രസ്തമാക്കിയവരെ പറ്റി പറയുന്നതിന് പകരം ആ മഹത്തായ ഐഡിയോളജി ആക്ഷേപിക്കാമെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ കമ്മ്യൂണിസം ഇല്ല സാർ. ഇവിടെ എന്ത് കമ്മ്യൂണിസം? ഇപ്പോൾ ആരാ കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നില്ല. കാരണം അവിശ്വാസിയാണ്. കാരണം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാവുമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊരിക്കലും കാലാഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പോൾ ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അതവരൊരു പരുവത്തിൽ കൊണ്ട് നടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആരാളുള്ളത്? ആരുമില്ല. ഈ പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റേ അല്ല. അറിഞ്ഞിരിക്കണം. അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് സമയമില്ല, സമയം എൻ്റെ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ ഒന്നും ശപിക്കല്ലേ, അതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കോൺഗ്രസുമായിട്ട് യോജിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിലെ ആന്റണി വിഭാഗമായിട്ട് യോജിച്ചിട്ടുണ്ട്. നാളെ യഥാർത്ഥ കോൺഗ്രസുമായി യോജിക്കത്തില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നാളെ യോജിക്കും. തമിഴ്നാട്ടിൽ യോജിച്ചിരിക്കുകയല്ലേ, ലീഗുമായിട്ട് യോജിച്ചിരിക്കുകയല്ലേ? അല്ലാതെ ചോദിക്കുകയാണ്. ജി സുധാകരൻ കോൺഗ്രസിൻ്റെ ചെളിക്കുണ്ടി വീടെന്ന് പറഞ്ഞ മഹാന്മാരെ, നിങ്ങളെ എവിടെയാണ് വീടിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. അത് ചെളിക്കുണ്ടല്ല, അവിടെ അത് ആവശ്യമായിരുന്നു. രാജസ്ഥാനിലൊരു പാർലമെൻറ്റ് സീറ്റ് കിട്ടിയത് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടല്ലേ? CPM സ്വന്തം പിന്തുണയിൽ ഒരേ ഒരു സീറ്റല്ലേ കിട്ടിയത്? ഇതൊക്കെ ഓർക്കണം.
നമ്മളെല്ലാം ഓർക്കണം നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. 62 സീറ്റുണ്ടായിരുന്ന പാർലമെൻറ്റിൽ ഇടതുപക്ഷം 6 സീറ്റ്, 2 സീറ്റ് CPI, 4 സീറ്റ് CPIM, 5 സീറ്റും കേരളത്തിന് വെളി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടാണ് ആരാണെന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ആരുയർത്തിക്കൊണ്ടുവരിക എനിക്കറിയില്ല. ഉയർത്തിക്കൊണ്ട് വന്ന ലക്ഷണം കാണിക്കേണ്ട ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കത്തേയില്ല. പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയുകയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ചന്ദനബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്ര എനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാനൊരു യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സാർ, ഞാൻ ആരുടെയും ചെരുപ്പിൻ്റെ വാറടിക്കാൻ യോഗ്യത ക്വാളിഫൈഡ് ഞാനില്ല സാർ. എന്നെ അഭിമാനിക്കുന്നു അതിനകത്ത്. തമ്പുരാക്കന്മാരുടെ ചെരുപ്പിൻ്റെ വാറാണ് പണ്ട് ഭൃത്യന്മാർ അടിച്ചിരുന്നത്. നമ്മുടെ ആരുടെയും ചെരുപ്പിൻ്റെ വാറ് നമ്മളല്ലാതെ ആരും അഴിക്കും. ഇതൊക്കെയാണ് സാർ ഭാഷ, ഫ്യൂഡൽ ഭാഷ, സമ്പന്നന്മാരുടെ ഭാഷ. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല. ചെറ്റക്കുടലിലും ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടർമാർ ഭൂരിപക്ഷവും. അവിടെയാണ് P. കൃഷ്ണപിള്ള EMS ഒക്കെ ഓടിച്ചിരുന്നത്. അവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. അതൊക്കെ ഇന്ന് ചരിത്ര കഥകൾ മാത്രമാണ്. ഇന്നത് പ്രാവർത്തികമല്ല, നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത്. അല്ല, എന്നെ ആരും പുറത്താക്കിയതോ ഞാൻ രാജിവെച്ചതോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. സാർ, ഓരോ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ് പണ്ട് പാസ്സാക്കിയതാണ്. അതിൽ കോൺട്രാക്ടർമാരും അഴിമതിക്കാരായ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്നുള്ള ഒരു അവിഹിത ബന്ധത്തെ പറ്റി പറയുന്നുണ്ട്. സാർ, നമ്മുടെ പദ്ധതിക്ക് നമ്മൾ 100 രൂപ വെച്ചാൽ 40 രൂപ അവർ ചിലവഴിക്കുള്ളൂ. 60 രൂപ അടിച്ചെടുക്കും. കാരണം മാക്സിമം 50 രൂപ, 30 ആണെങ്കിൽ നമുക്ക് സന്തോഷം, ബാക്കിയെല്ലാം വീതിച്ചെടുക്കാൻ. സാർ, ഈ 100 രൂപയിൽ ഒരു കോൺട്രാക്ടർക്ക് 15-20% ലാഭം എടുക്കാൻ അവകാശമുണ്ട്. അതെടുത്താൽ മതി. അതാണോ നടക്കുന്നത്? അപ്പോൾ തീർച്ചയായും പദ്ധതി നിർവഹണത്തിൽ ഈ കാര്യം ഗൗരവമായി മുഖ്യമന്ത്രി കാണണം. ഒരു അഴിമതിയും സംരക്ഷണയുടെ സാർ തുറുങ്കിൽ അടയ്ക്കണം. സാർ, ജനങ്ങൾ കൈകൊട്ടി നിങ്ങളുടെ ഭൂരിപക്ഷം തരും. അഴിമതികളോടുള്ള ജനങ്ങളുടെ വിരോധം അത്ര വലുതാണ്. അതിൻ്റെ മുഖം മൂടിയുള്ളവരെ ഒന്നും നമ്മൾ ബഹുമാനിച്ചിട്ട് കാര്യമില്ല. സാർ, അതുപോലെ തന്നെ ഇവിടെ 5 ലക്ഷത്തിൽ ചെല്ലുവാനും കോടി, 5,000,007 കോടിയാണല്ലോ ഇവിടുത്തെ ബാധ്യത. സാർ, അതിൽ 1,70,000 കോടി രൂപയും അഴിമതിയായി മാറ്റിയതാണ് സാർ. 33% അഴിമതിയായി മാറ്റിയതാണ് സാർ. മിനിമം ചിലതിൽ 50 ചിലതിൽ 20. അപ്പോൾ 1,30,700 കോടി രൂപയോളം ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുണ്ടാവരുത് സാർ. ഉണ്ടാവരുത് സാർ. സൈലാസ് മാനർ എന്നൊരു പുസ്തകമുണ്ട്, നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട്. പണമുണ്ട്, ഈ പണമാണ് ചിലവഴിക്കുക, ആർക്കും കൊടുക്കത്തില്ല. അയാൾ രാത്രിയാകുമ്പോൾ വീടിന് അടിയിട്ടൊരു വലിയ ഗുഹയിൽ പോയിരുന്നത് എന്നെ നോക്കുക, രാത്രി ഉറങ്ങത്തില്ല പുള്ളി. സാർ, അതുപോലെ അല്ലാതെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം 6,000 കോടി രൂപയുണ്ട്, 6,000 കോടി രൂപയുണ്ട്, 6,000 കോടി രൂപയുണ്ട്. സാർ, ഈ 6,000 കോടി രൂപ ഉണ്ടോന്നും അറിയത്തില്ല. ഇടയ്ക്ക് ഒരു നോട്ടും ചില പൊക്കി കാണിക്കും. അത് 6,000 വേണമെന്ന് ആര് പറഞ്ഞു? പണ്ട് ചെറുകഥയിൽ ഒരു ചെറുകഥയുടെ പുസ്തകമായ അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കാതെ മാനേജർ പറ്റിക്കുന്നത് 5 രൂപ നോട്ട് പൊക്കി കാണിക്കും. ചെല്ലുമ്പോൾ വീണു നോക്കുമ്പോൾ കുളം പറയും, കൊടുക്കത്തില്ല. ഇത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ട് കാര്യമില്ല. പണമെന്ന് പറഞ്ഞാൽ ചലിക്കാനുള്ള ചലനാത്മകമാണ്, മോഷനാണ്, സർക്കുലേഷനാണ് അതിൻ്റെ പ്രധാനം. അവിടെ സൈലാസ് മാനർമാർക്ക് യാതൊരു സ്ഥാനവുമില്ല. അത് ചലിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ സമ്പത്ത് ഉണ്ടാവുള്ളൂ, പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചലനാത്മകമായ സമ്പദ് വ്യവസ്ഥയാണ്, പണം ചലിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാർ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ പ്രധാനമാണ് നമ്മുടെ ജേണി ഓഫ് എ റുപ്പി നോട്ട് എന്നൊരു ഒരു കഥ ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്. 1 രൂപയുടെ സഞ്ചാരമാണ്. നൂറുകണക്കിന് വർഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടികളുടെ കയ്യിൽ 1 രൂപ ചെയ്തു. അതിൻ്റെയൊക്കെ സ്പർശനത്തിൻ്റെയൊക്കെ പാടുണ്ടെങ്കിലും ആ 1 രൂപ സഞ്ചരിച്ചു കൊണ്ടേ ഇരുന്നത് കൊണ്ട് അത് സമ്പദ് വ്യവസ്ഥ അങ്ങനെ ഓരോ രൂപകൾ ഈ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയതിൻ്റെ ഉദാഹരണമാണ് സ്കൂളിൽ പഠിച്ച ആ ജേണി ഓഫ് എ റുപ്പി നോട്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും സാർ. സാർ, കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെപ്പറ്റി ഡോക്യുമെൻ്റ് പിന്നെ ഒരു വാക്ക് കൂടി, അത് ഗംഭീരമായ ഡോക്യുമെൻ്റാണ്. അത് ഗവേഷകന്മാർക്ക് നോക്കാം, സാമ്പത്തിക പണ്ഡിതന്മാർക്ക് നോക്കാം. നിങ്ങളതിനെ നിയമിച്ച 3 സാമ്പത്തിക പണ്ഡിതന്മാരും തികച്ചും യോഗ്യരാണ്.
അല്ല റെഡിമെയ്ഡായിട്ട് ചില സാമ്പത്തിക പണ്ഡിതന്മാർ ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോൾ ഇങ്ങോട്ട് വരും, അവർ മരിക്കുന്നവരെ വരെ അവരാണ്. പുതിയൊരു ചെറുപ്പക്കാരനെ വെക്കില്ല. ഞാൻ ഇപ്പോഴും പേരൊന്നും പറയുന്നുണ്ട്, ശരിയായ രീതിയൊന്നുമല്ല. മരിക്കുന്നവരെ വരെ അവരാണ്. മാറ്റത്തെയാണ് മാർക്സിസം. മാറ്റമാണ് മാർക്സിസം. മാർക്സിസം മാറ്റത്തിൻ കാലമാണ്. അത് വസന്തം പൂക്കുന്ന കാലമാണ് എന്നൊക്കെയുള്ള പാട്ടുകൾ ഞങ്ങളുടെ കൊണ്ട് മാറ്റമാണ് ശാസ്ത്രം. അതാണ് ന്യൂട്ടൺ പറഞ്ഞത്, ലോ ഓഫ് മോഷൻ. ഒരു സാധനം മേലോട്ടിട്ടാൽ താഴോട്ട് വരുന്നു. കാരണം അതിൻ്റെ ആകർഷണം ഏതാണോ കൂടുതൽ അവിടേക്ക് വരും. അതുപോലെ തന്നെ ഞാനിവിടെ സംസാരിക്കുന്നു, ഞാൻ പറന്നു പോകാത്തത് ഭൂമിയിലേക്ക് എന്നെ ആകർഷിക്കുന്നതുകൊണ്ടാണ്. അങ്ങ് അവിടെ ഇരിക്കുന്ന ബഹുമാനായ ആദരണീയനായ സഭാനാഥൻ ഇരിക്കുന്നു, അങ്ങ് അവിടുന്ന് ചാടിപ്പോകാത്തത് അങ്ങ് ആ ഭൂമിയിലേക്ക് അസൈലൊക്കെ ഒരു ആകർഷണമുണ്ട്. അവരുടെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നു, അദ്ദേഹം ചാടി ഇപ്പുറത്ത് വന്നിരിക്കാത്തത് അദ്ദേഹത്തെ അവിടെ ആകർഷിച്ചിരുത്തിയിരിക്കുകയാണ്. ഇതാണ് ആകർഷണ സിദ്ധാന്തം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂലോകം ചലിക്കുന്നത്. ഭൂലോകം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗോളമാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ കോടാനുകൂടി ഗോളങ്ങൾ ഒന്നും മാത്രമാണ് നാം മനസ്സിലാക്കണം. നാം നമ്മളെപ്പറ്റി, നമ്മുടെ പാർട്ടികളെപ്പറ്റി ഒക്കെ ഒരുപാട് പറയണ്ട, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പറയേണ്ട കാര്യമില്ല. ജനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോറ കമ്മീഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കിങ് ഈസ് എ ബഗർ. ഇരുന്നത് പോലെ തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോവും. രണ്ട് കൈയിലും ഒന്നുമില്ലാതെ അദ്ദേഹം വന്നു. വിരലുണ്ടായിരുന്നേ, വിരലില്ലെന്നല്ല, രണ്ട് കൈയിലും വേറൊന്നുമില്ല. അദ്ദേഹം വന്നു, അതുപോലെ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോയ മഹാന്മാരാണ്. EMS അങ്ങനെയായിരുന്നു, PK വസന്തൻ നായർ, CH ഉദയമേനോൻ, EK നായനാർ, AK ആൻ്റണി, VS അച്യുതാനന്ദൻ, ഇവരെല്ലാം അങ്ങനെ വന്നിട്ട് ഇറങ്ങിപ്പോയവരല്ലേ? നമ്മുടെ നാടിൻ്റെ അഭിമാനമല്ലേ? നമ്മളെല്ലാം അങ്ങനെയായിരിക്കണം. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ഇത് വളരെ സിമ്പിളാണ്, എന്നാൽ ഗഹനമാണ്, ക്ലാസിക്കലാണ്. ബഡ്ജറ്റ് ഓഫ് എ ന്യൂ ടൈപ്പാണ്. പുതിയ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിനകത്ത്. ഇത് ഒരുപാട് പഠിക്കാനുണ്ട്, വായിക്കാനുണ്ട്, ചർച്ചയ്ക്കൊക്കെ ഉണ്ട് നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.